ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ ബിഗ് ബോസ് വീട്ടിൽ തിരഞ്ഞെടുത്തു. ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത് വീക്കിലി ടാസ്കിൽ പോയിന്റുകൾ നേടിയ മത്സരാർത്ഥികളിൽ നിന്ന് വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും 2 പേരെ വീതം നോമിനേറ്റ് ചെയ്തു. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 3 പേരെയാണ് തിരഞ്ഞെടുത്തത്. മത്സരാർത്ഥികളുടെ വോട്ടിൻ്റെ ക്രമത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി അഭിലാഷും, തൊട്ടു പിന്നാലെ ഒരേ എണ്ണം വോട്ടുകൾ നേടി ഷാനവാസും ബിന്നിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ 3 പേർ തമ്മിലായിരുന്നു ക്യാപ്റ്റൻസിക്ക് വേണ്ടി ടാസ്ക് ചെയ്തത്. ക്യാപ്റ്റൻസിക്ക് വേണ്ടി ബിഗ് ബോസ് വീട്ടിൽ ഒരുക്കിയ ടാസ്ക് ഇങ്ങനെയായിരുന്നു. ഗാർഡനിൽ പ്രത്യേകം തയ്യാറാക്കിയ 3 സ്റ്റാൻഡുകളിൽ 3 പേരുടെയും ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടാകും. ഇതിന് നടുവിലായി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡുമുണ്ട്. ഈ സ്റ്റാൻഡിൽ 3 മത്സരാർത്ഥികൾക്കും അവരവരുടേതായ പ്രത്യേക സ്ഥാനങ്ങളുമുണ്ട്. കണ്ണ് കെട്ടി ഒരു വടി ഉപയോഗിച്ച് അവരവരുടെ ചിത്രങ്ങൾ വടി കൊണ്ട് തല്ലി താഴെയിടണം എന്നതാണ് അവർക്ക് നൽകിയ ടാസ്ക്. പക്ഷേ അതിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ്, ആദ്യം സ്വന്തം ചിത്രം താഴെയിടുന്നു എന്നതല്ല, ആദ്യം ഏത് ചിത്രം നിലത്ത് വീഴുന്നു എന്നതാണ് പ്രധാനമെന്ന്. അതായത് ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് മറ്റൊരാളുടെ ചിത്രം തല്ലി താഴെയിട്ടാലും അതാണ് ആദ്യം വീഴുന്നതെങ്കിൽ ആ മത്സരാർത്ഥി ആരുടെ ചിത്രമാണോ താഴെ വീണത് അദ്ദേഹമായിരിക്കും ക്യാപ്റ്റൻ എന്നർത്ഥം. ഗാർഡൻ ഏരിയയിൽ നടന്ന ഈ മത്സരത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ഷാനവാസും അഭിലാഷും അവരവരുടെ ചിത്രങ്ങൾ തട്ടിയിട്ടു. ആദ്യം നിലത്ത് വീണത് ഷാനവാസിൻ്റെ ചിത്രമാണ്. അങ്ങനെ 1ാം സ്ഥാനത്ത് ഷാനവാസും 2ാം സ്ഥാനത്ത് അഭിലാഷും എത്തി. അങ്ങനെ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലെ 2ാമത്തെ ആഴ്ചയുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ 7 ക്യാപ്റ്റൻസി ടാസ്കിലൂടെ ക്യാപ്റ്റൻസി നേടുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. ഇനി ബിഗ് ബോസ് വീട്ടിനെ അടുത്ത ആഴ്ച ഷാനവാസ് നയിക്കും. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻ ആകുന്നവർക്ക് നോമിനേഷൻ ഫ്രീ ആയി നിൽക്കാനുള്ള ബെനഫിറ്റ് കിട്ടാറുണ്ട്. എന്നാൽ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്കിൻ്റെ ഭാഗമായി ഷാനവാസ് ഡയറക്റ്റ് നോമിനേഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബെനഫിറ്റ് ഷാനവാസിന് ലഭിക്കുമോ, ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുമോ, അതോ മറ്റൊരു തവണ ഈ അവസരം ഉപയോഗിക്കാനുള്ള അവകാശം നൽകുമോ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നും പ്രേക്ഷകർ കാത്തിരിക്കുന്നു.